ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് എസ് ക്യു എൽ ഡാറ്റാബേസിൻ്റെ കേസിൽ എങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാം എന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സം ഫങ്ഷൻസ് എങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് റിട്രീവിങ് ഡാറ്റ വിത്ത് PHP ഇൻ PostgreSQL സം ഫങ്ഷൻസ് നമുക്ക് പരിചയപ്പെടാം. PG_fetch_assoc, അതുപോലെ തന്നെ PG_fetch_object, PG_num_rows, PG_num_fields, PG_affected_rows, PG_free_results. ഇത്രയും ഫങ്ഷൻസ് PostgreSQLൻ്റെ കേസിലുള്ള ഇത്രയും ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ PG_fetch_assoc. It returns an associative array that corresponds to the fetched row. That means records. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു PG_fetch_array എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചിട്ട്. സോ അത് റിട്ടേൺ ചെയ്യുന്നുണ്ടായിരുന്നത് ഒരു അസോസിയേറ്റീവ് അറേ ആയിരുന്നു. അതുപോലെയുള്ള ഒരു മറ്റൊരു ഫംഗ്ഷനാണ് PG_fetch_assoc എന്ന് പറയുന്നത്. സോ ഇത് റിട്ടേൺ ചെയ്യുന്നതും എന്താണ്, ഒരു അസോസിയേറ്റീവ് അറേ ആണ്. എന്തുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നമ്മൾ ഫെച്ച് ചെയ്തിട്ടുള്ള റോയുമായിട്ട് അല്ലെങ്കിൽ ഫെച്ച് ചെയ്തിട്ടുള്ള റെക്കോർഡ്സുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറേ ആണ്, വാല്യൂസിൻ്റെ അറേ ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത്. നിങ്ങൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അത് നമ്മളിപ്പോൾ ഒരു കുറേ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ കുറേ എന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു റിസൾട്ടിൻ്റെ സെറ്റായിരിക്കുമല്ലോ നമുക്ക് പാസ് ചെയ്യുന്നുണ്ടാവും. സോ റിസൾട്ട് സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറേ ആയിട്ടായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഫംഗ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, ആ റിസൾട്ട് സെറ്റ് ഈ ഒരു ഫംഗ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അറേ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു കാളിങ് PG_fetch_array. നമ്മൾ പറഞ്ഞു PG_fetch_array കോൾ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് ഇത് വിത്ത് PG_SQL_assoc ആസ് ദ ഓപ്ഷണൽ തേർഡ് പാരാമീറ്റർ അല്ലേ. അതിൻ്റെ തേർഡ് പാരാമീറ്റർ PG_SQL_assoc ആക്കി സെറ്റ് ചെയ്തിട്ട് PG_fetch_array കോൾ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണിത്. ഓക്കെ, ഇറ്റ് ഓൺലി റിട്ടേൺസ് ആൻ അസോസിയേറ്റീവ് അറേ. ഇത് ഈ ഒരു ഫംഗ്ഷന് അസോസിയേറ്റീവ് അറേ ആയിട്ട് മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. ഇഫ് വി നീഡ് ദ ന്യൂമറിക് ഇൻഡീസസ് യൂസ് PG_fetch_. നമുക്കറിയാം ന്യൂമറിക് ഇൻഡീസസ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് അത് നമ്മൾ യൂസ് ചെയ്യുക. അഥവാ നമുക്ക് ന്യൂമറിക് ഇൻഡീസസ് ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നമുക്ക് PG_fetch_row എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫംഗ്ഷന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ നിങ്ങൾ ഈ PG_fetch_arrayയും PG_fetch_row ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. സോ PG_fetch_assocൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത അതേ സിൻടാക്സുകൾ തന്നെയാണ് ഇനി അങ്ങോട്ടും ഇതിലും വരുന്നത്. ഓക്കെ, സോ PG_fetch_ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്താൽ മതി, റിസൾട്ട്, നമ്മളുടെ ആ റിസൾട്ട് സെറ്റില്ലേ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു കുറേ എക്സിക്യൂട്ട് ചെയ്ത് ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ റിസൾട്ട് സെറ്റ് ഉണ്ടല്ലോ. സോ ആ റിസൾട്ട് വേരിയബിൾ അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കൂ, കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സാമ്പിൾ തന്നെയാണ്. ഒരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് PG കണക്ട് ഉപയോഗിച്ചിട്ട്. ഡാറ്റാബേസ് നെയിം പബ്ലിഷറാണ്. പബ്ലിഷർ എന്ന് പറയുന്ന ഡാറ്റാബേസിലോട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഈഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, an error occurred എന്ന് പറഞ്ഞ് മെസ്സേജ് പാസ് ചെയ്യുന്നു, എക്സിറ്റ് അടിക്കുന്നു. ഇനി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈഫിൻ്റെ പുറത്താണ് വരിക. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു query ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. query എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് PG_query എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. PG_query_ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ അതിൻ്റെ സിൻടാക്സ് ഒക്കെ അറിയാലോ. കണക്ഷൻ വേരിയബിൾ ആണ് നമ്മൾ ആദ്യം കൊടുക്കുക. ദെൻ രണ്ടാമത് നമ്മളുടെ query കൊടുക്കുന്നു. ഇവിടെ query ആയിട്ട് കൊടുത്തിട്ടുള്ളത് സെലക്ട് ID, author, email ഫ്രം ഓതേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നും ഐഡിയും ഓതറിൻ്റെ ഐഡിയും ഓതറിൻ്റെ പേരും ഇമെയിലും സെലക്ട് ചെയ്യുന്ന queryയാണിത്. സോ ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു PG_query എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും, അതിൻ്റെ റിസൾട്ട് $result എന്ന് പറയുന്ന
റിസൾട്ട് സെറ്റ് വേരിയബിളിലോട്ട് പാസ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു ആ റിസൾട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അവിടെ എറർ ഓക്കർ ചെയ്തിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ എറർ ഓക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലേ. ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് pg_fetch_ റോസ് ഉപയോഗിക്കാം, pg_fetch_ array ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ അസോസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു വൈൽ ലൂപ്പിലിട്ടു, കാരണം കുറേ എന്താണ് മേ ബി ഒന്നിലധികം റോസ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വൈൽ ലൂപ്പിലിട്ടു, $റോ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടാക്കി അതിലോട്ട് എന്ത് കൊടുത്തു, ഇവിടെയാണ് കൊടുക്കുന്നത് കേട്ടോ, pg_fetch_ അസോസ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്റർ ആയിട്ട് ഈ ഒരു റിസൾട്ട് വേരിയബിൾ $റിസൾട്ടും കൊടുത്തു. സോ ഈ ഒരു കുറേ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ട് പിന്നെ എന്ത് ചെയ്യും, അസോസിയേറ്റീവ് അറേ ആയിട്ടായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക ഇങ്ങോട്ട് ഈ $റോയിൽ. സോ ഈ $റോയിൽ ഒരു അസോസിയേറ്റീവ് അറേ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റോയിലുള്ള അസോസിയേറ്റീവ് അറേയുടെ ഐഡിയും ഓതറും ഇമെയിലൊക്കെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, $റോ ഓഫ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എക്കോ ചെയ്യിക്കുന്നു. ഓക്കെ, ഇതാണ് pg_fetch_ അസോസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് pg_fetch object എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഇത് റിട്ടേൺ ചെയ്യുക an object with properties that correspond to the fetched rows field names. അഥവാ ഇത് നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക ഒബ്ജക്ട്സ് ആണ് റിട്ടേൺ ചെയ്യുക. അതിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് പ്രോപ്പർട്ടീസിൻ്റെ കൂടെ അതായത് ഒബ്ജക്ട്സ് ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ എന്താണ് ഫെച്ച്ഡ് റോസ് ഫീൽഡ് നെയിംസ്, അത് നമ്മളിപ്പോൾ ഒരു ഫെച്ച് ചെയ്തു, റോയിനെ ഫെച്ച് ചെയ്തു, അതിൻ്റെ ഫീൽഡ് നെയിംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ പറയുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. ഇറ്റ് ക്യാൻ ഓപ്ഷണലി ഇൻസ്റ്റൻറ്റേനിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ സ്പെസിഫിക് ക്ലാസ് ആൻഡ് പാസ് പാരാമീറ്റർ ടു ദ ക്ലാസ് കൺസ്ട്രക്ടേഴ്സ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു ഓപ്ഷണൽ ഇൻസ്റ്റൻറ്റേനിയേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഓപ്ഷണൽ ഇൻസ്റ്റൻറ്റേനിയേറ്റ് ആണ് സ്പെസിഫിക് ക്ലാസ്. ഒരു പർട്ടിക്കുലർ ക്ലാസ്സിനാണല്ലോ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാവുക. സോ അതാണ് അവിടെ പറയുന്നത്. ദെൻ അതിൻ്റെ സിൻടാക്സും നമ്മൾ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത അതേ സിൻടാക്സ് പോലെ തന്നെയാണ്. pg_fetch object ബ്രാക്കറ്റിൽ നമ്മൾ റിസൾട്ട് കൊടുക്കും, റിസൾട്ട് സെറ്റ് കൊടുക്കും. ദെൻ അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ നോക്കൂ. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കേസിൽ. അതാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമ്മളിപ്പം ഇവിടെ ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്തു, ഇവിടെയൊക്കെ നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു ചേഞ്ച് കാണാൻ പറ്റുക. $ഡാറ്റാബേസ് എന്ന് പറയുന്ന ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാറ്റാബേസിൻ്റെ പേര് ഇവിടെ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് അത് ഇവിടെ DB നെയിം ആക്കി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. PG കണക്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ദെൻ ഡാറ്റാബേസ് കണക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നു ഈഫ് വെച്ചിട്ട്. ദെൻ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ QU എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ PG query കൊടുക്കുന്നു. PG query പർട്ടിക്കുലർ കുറേ നമുക്ക് കൊടുക്കണമല്ലോ. PG query ഉപയോഗിച്ചിട്ട് സെലക്ട് സ്റ്റാഫ് ഫ്രം ബുക്സ് ഓർഡർ ബൈ ഓതർ. ദാറ്റ് മീൻസ് നമുക്ക് ബുക്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നും എല്ലാ ഡീറ്റെയിൽസും ഓതറിൻ്റെ ഓർഡറിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. സോ അത് ആ ഒരു query കൊടുക്കുന്നു. queryൻ്റെ റിസൾട്ട് എവിടെ ഉണ്ടാവും, $QUലുണ്ടാവും. $QUലുള്ള ആ ഒരു റിസൾട്ടിന് നമ്മൾ എന്തായിരുന്നു, ക്ലാസ് ഒബ്ജക്ട്സ് എന്നുള്ള രീതിയിലാണ് അത് റിട്ടേൺ ആക്കി നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും, അതൊരു റിസൾട്ട് സെറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, $QUലുണ്ടാവുക. അതിന് നമുക്ക് എന്ത് ചെയ്യണം, pg_fetch ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സം ഒബ്ജക്ട്സ് എന്നുള്ള രീതിയിലോട്ട് മാറ്റണം. സോ അത് എന്ത് ചെയ്യുന്നു, ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ക്ലാസ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലായിട്ട് മാറും. $ഡാറ്റയിൽ അതാണ് ഉണ്ടാവുക. സോ നമ്മളതിങ്ങനെ ആക്സസ് ചെയ്യും. $ഡാറ്റ എന്ന് പറയുന്നതിൽ ആ ഒബ്ജക്ട്സുകൾ ഓരോന്നുണ്ട്. സോ $ഡാറ്റ ദെൻ ഈ സാധനം ഉപയോഗിക്കും. ദെൻ ഓതർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ ഓതറിൻ്റെ പേര് കിട്ടും. $ഡാറ്റ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഇയർ കിട്ടും. $ഡാറ്റ ടൈറ്റിൽ എന്ന് കൊടുത്താൽ ടൈറ്റിൽ കിട്ടും, ആ ബുക്കിൻ്റെ ടൈറ്റിൽ കിട്ടും. അതേപോലെ തന്നെ വീണ്ടും ഈ വൈൽ ലൂപ്പ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും പേരും ഇയറും ടൈറ്റിലും എന്ത് ചെയ്യും അവിടെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ആസ് ലൈക്ക് എന്താണ്, ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഈ സിമ്പിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കേസിൽ അറേയുടെ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക, റോ ഓഫ് ആ രീതിയിലാണ് കൊടുക്കുക. ഇവിടെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇംപ്ലിക്കേഷൻ സൈനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ അത് ചെയ്തു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ PG ഫ്രീ റിസൾട്ട് എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിനെ ഫ്രീ ചെയ്യുന്നുണ്ട് മെമ്മറിനെ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് PG ക്ലോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു, കണക്ഷൻ ഒബ്ജക്ട്സ് കൊടുത്തിട്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് pg_num_rows എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇതെന്താ റിട്ടേൺ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോസ് ഇൻ PostgreSQL റിസോഴ്സ്. നമ്മുടെ റിസൾട്ട് സെറ്റിൽ ഉള്ള നമ്പർ ഓഫ് റോസ് എത്രയാണോ
അത് നമുക്ക് റിട്ടേൺ ചെയ്ത് എത്ര നമ്പർ ഓഫ് റോസ് അതിലുണ്ടോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരാനാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സിൻടാക്സ് സെയിം ആണ്. pg_num_rows ഓഫ് റിസൾട്ട് എന്ന് കൊടുക്കുന്നു. ദെൻ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഇപ്പോൾ ഞാനൊരു PHP കോഡ് എഴുതിയിട്ടുണ്ട്. $റിസൾട്ടിലോട്ട് നമ്മളൊരു PG ക്വറി കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ സ്ട്രിങ് കൊടുത്തു. സെലക്ട് 1 എന്നുള്ള ഒരു ക്വറിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സെലക്ട് 1 എന്ന് പറയുന്ന ക്വറി എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിസൾട്ടിൽ എന്തുണ്ടാവും, 1 ഉണ്ടാവും. ദെൻ $rows pg_num_rows ഓഫ് $result കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എത്ര റോസ് ആണോ ഇവിടെ ദാറ്റ് മീൻസ് എത്ര റോസ് ആണോ റിട്ടേൺ ചെയ്യുന്നത്, ഇവിടെ ആകെ എന്ത് ചെയ്യുന്നുള്ളൂ, സെലക്ട് 1 കൊടുക്കുമ്പോൾ ഒരു റോ മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. സോ ആ റിസൾട്ട് എവിടെ വരും, $റോസിൽ വരും. ദെൻ എക്കോ $റോസ് കൊടുക്കുമ്പോൾ റോസ് റിട്ടേൺ നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. സോ $റോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, റോസിൽ എന്താണുള്ളത്, 1 ആണുള്ളത്. 1 റോസ് റിട്ടേൺഡ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നു. ദെൻ pg_num_fields എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് റിട്ടേൺസ് ദ നമ്പർ ഓഫ് ഫീൽഡ്സ് കോളംസ് ഇൻ എ PostgreSQL റിസൾട്ട് റിസോഴ്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു റോസ് ആയിരുന്നു, എത്ര റോസ് ഉണ്ട് എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു ക്വറിയിൽ. പക്ഷേ ഇവിടെ എത്ര കോളംസ് ഉണ്ട്, ദാറ്റ് മീൻസ് എത്ര ഫീൽഡ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും ആ റിസൾട്ട് സെറ്റിൽ എത്ര ഫീൽഡ്സ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ളത് റിട്ടേൺ ചെയ്യാനാണ് pg_num_fields എന്ന് പറയുന്നത്. ഇതിൻ്റെ സിൻടാക്സും ഇതുപോലെ തന്നെയാണ്. pg_num_fields ഓഫ് റിസൾട്ട് എന്ന് കൊടുക്കും. ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് PG ക്വറി, നമ്മളൊരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ക്വറി ഞങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. സെലക്ട് 1,2 ആണ്. സോ അവിടെ 2 എന്താണുള്ളത്, കോളംസ് ആണുള്ളത്. ദാറ്റ് മീൻസ് 2 കോളംസ് ആണുള്ളത്. സോ അത് നമുക്ക് എന്തായിരിക്കും റിസൾട്ട് നമുക്ക് കിട്ടുക 2 ഫീൽഡ്സ് കോളംസ് അല്ലെങ്കിൽ ഫീൽഡ്സ് എന്ന് പറയും ആണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ $num എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കുന്നു. pg_num_fields എന്ന് കൊടുക്കുന്നു. ഫീൽഡ്സ് ആണ് കൊടുത്തത്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ $result എന്ന് കൊടുക്കുന്നു. സോ ഈ ഒരു ക്വറിയിൽ എത്ര കോളംസ് അല്ലെങ്കിൽ ഫീൽഡ്സ് ഉണ്ട് എന്നുള്ളത് റിസൾട്ട് എന്ത് ചെയ്യുന്നു, കണ്ടെത്തിയിട്ട് അത് $num സേവ് ചെയ്യുന്നു. ദെൻ ആ $num നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യിക്കുന്നു. എക്കോ $num ഇത്ര, ഇവിടെ $num എത്രയാണ്, ഇവിടെ 2 ആണ്. 2 ഫീൽഡ്സ് റിട്ടേൺ എന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ഓക്കെ. ദെൻ അടുത്ത ഫംഗ്ഷനാണ് pg_affected_rows എന്ന് പറയുന്നത്. ഇതെന്താണ് റിട്ടേൺ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടപ്പിൾസ് ആണ്. നമ്പർ ഓഫ് ടപ്പിൾ മീൻസ് നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് അഫക്റ്റഡ് ബൈ ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് ക്വറി. നേരത്തും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ pg_affected_rows എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ക്വറിയുടെ കേസിൽ ഇൻസേർട്ട് ക്വറി നമ്മൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അപ്ഡേറ്റ് ക്വറി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഡിലീറ്റ് ക്വറി ഉപയോഗിച്ചു. ഇത് ഉപയോഗിക്കുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ടപ്പിൾസിനെയാണ്, നമ്പർ ഓഫ് റോസിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ഇൻസേർട്ട് ക്വറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ pg_affected_rows കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇൻസേർട്ട് ആയി, എത്ര റോസ് ഇൻസേർട്ട് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, pg_affected_rows ഓഫ് റിസൾട്ട് എന്ന് മാത്രമാണ്. സോ ഇവിടെ ഈ റിസൾട്ടിൻ്റെ അവിടെ എന്താ വരിക, റിസൾട്ട് സെറ്റാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള റിസൾട്ടിൻ്റെ ആ വേരിയബിൾ അല്ലേ, റിസൾട്ട് വേരിയബിൾ, റിസൾട്ട് ആണ് ആ വേരിയബിളിൻ്റെ പേര്, അതുകൊണ്ടാണ് ഇവിടെ റിസൾട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. $result pg_query നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്ന ക്വറി എന്താണ്, ഇൻസേർട്ട് ഇൻറ്റു ഓതേഴ്സ് എന്ന് പറയുന്ന ടേബിളിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാണ്. ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തതിൻ്റെ ഓർവൽ 2002 ആനിമൽ ഫാം എന്ന് പറയുന്ന ഒരു റോ ഇൻസേർട്ട് ചെയ്യാണ്. സോ അതിൻ്റെ ആ ഒരു റോ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ നമ്മൾ പിന്നെ ഇപ്പോൾ ഇതെടുത്ത് pg_affected_rows എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് കിട്ടേണ്ടത്, കാരണം നമ്മൾ ഒരു റോ മാത്രമാണ് അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒന്നാണ് നമുക്ക് കിട്ടേണ്ടത്, ഒരു ടപ്പിൾ ആർ എഫക്റ്റഡ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് pg_affected_rows എന്ന് കൊടുത്തു, ഉള്ളിൽ ഈ റിസൾട്ട് എന്ന് കൊടുത്തു. റിസൾട്ട് ഇവിടെ കൊടുക്കാനുള്ള $result എന്തുകൊണ്ടാണ് അവിടെ കൊടുക്കുന്നത്, നമ്മൾ ഈ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്ത വേരിയബിൾ എന്താണ്, അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ കൊടുത്ത വേരിയബിൾ എന്താണ്, $result ആണ്. സോ അതുകൊണ്ടാണ് $result കൊടുക്കുന്നത്. സോ 1 എന്നുള്ളത് എവിടെ ഉണ്ടാകും, CMD ടപ്പിൾസ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കോ ചെയ്യുന്നു. എക്കോ $CMD ടപ്പിൾസ് ആർ എഫക്റ്റഡ്. സോ 1 ടപ്പിൾസ് ആർ എഫക്റ്റഡ്. കൺകാറ്റിനേഷന് വേണ്ടിയിട്ട് ഇവിടെ ഡോട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഡബിൾ കോഡ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ഡബിൾ കോഡ്സിൽ എന്താണോ എഴുതിയത് അത് അതുപോലെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരുമല്ലോ. സോ CMD ടപ്പിൾസിൻ്റെ 1ഉം ഡോട്ട് കൺകാറ്റിനേഷന് വേണ്ടിയിട്ട് അപ്പോൾ 1 ടപ്പിൾസ് ആർ എഫക്റ്റഡ് എന്ന് വരും. സ്ലാഷിന് കൊടുത്താൽ നെക്സ്റ്റ് ലൈനിലോട്ട് ചാലഞ്ച് ചെയ്യും. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ദെൻ ഒന്നുകൂടിയുണ്ട് pg_free_result എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫ്രീസ് ദ മെമ്മറി ആൻഡ് ഡാറ്റ അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് PostgreSQL
കുറേ റിസോഴ്സ് അഥവാ നമ്മളിപ്പോൾ കുറേ എന്ത് ചെയ്തു, ക്വറീസും കാര്യങ്ങളൊക്കെ എഴുതി അതിനൊക്കെ എക്സിക്യൂട്ട് ചെയ്തു. സോ നമുക്കിപ്പോൾ ലാസ്റ്റ് ഫൈനലി നമുക്ക് ഫ്രീ ചെയ്യണം, മെമ്മറീനെ ഫ്രീ ചെയ്യണമെന്ന് വിചാരിക്കാം. അഥവാ ഒരു പർട്ടിക്കുലർ ക്വറി ആ റിസൾട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യുന്നു, മെമ്മറീനെ നമ്മൾ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രീ ചെയ്യണം. സോ അത് ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് pg_free_result എന്ന് പറയുന്നത്. ദിസ് ഫംഗ്ഷൻ നീഡ് ഓൺലി ബി കാൾഡ് ഇഫ് മെമ്മറി കൺസംഷൻ ഡ്യൂറിങ് സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ ഈസ് എ പ്രോബ്ലം. അഥവാ ഇത് നമ്മൾ കൊടുക്കൽ അങ്ങനെ എല്ലായ്പ്പോഴും കൊടുക്കണമെന്നില്ല. അഥവാ മെമ്മറി കൺസപ്ഷൻ ഒരു പ്രോബ്ലമായിട്ട് സ്ക്രിപ്റ്റ് എക്സിക്യൂഷനിൽ വരുമ്പോൾ മാത്രമേ, സ്ക്രിപ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു മെമ്മറി കൺസപ്ഷൻ ഇല്ല എന്നുള്ള ആ ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, pg_free_result എന്നുള്ളത് കൊടുക്കുള്ളൂ. അതർവൈസ് ഓൾ റിസൾട്ട് മെമ്മറി വിൽ ബി ഓട്ടോമാറ്റിക്കലി ഫ്രീഡ് വെൻ ദ സ്ക്രിപ്റ്റ് എൻഡ്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റിസൾട്ട് അഥവാ സ്ക്രിപ്റ്റ് എൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ ആ ഒരു മെമ്മറി എന്ത് ചെയ്യുന്നുണ്ടാവും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും, ഓക്കെ, എറൈസ് ചെയ്യുന്നുണ്ടാവും, സോ ഫ്രീ ചെയ്യുന്നുണ്ടാവും. സോ അതൊന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ സിൻടാക്സും എന്താണ്, ഇതേപോലെ തന്നെ pg_free_result എന്നുള്ള രീതിയിൽ വരും. അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ pg കണക്ട് ഉപയോഗിച്ചിട്ടൊരു ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡാറ്റാബേസിൻ്റെ പേര് യൂസേഴ്സാണ്. സോ ഇതിൽ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നു. സെലക്ട് 1 യൂണിയൻ ഓൾ സെലക്ട് 2 എന്ന് പറയുന്ന ഒരു ക്വറി ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ദെൻ എന്ത് ചെയ്യുന്നു, pg_fetch_results ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സം ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. $result എന്ത് ചെയ്യുന്നു, ദെൻ റിസ് എന്ന് പറയുന്നത് ഈ ക്വറിയുടെ ഔട്ട്പുട്ടാണ് കേട്ടോ. സോ അതും എന്ത് ചെയ്യുന്നു, 1,0 എന്ന് കൊടുക്കുന്നു. ദെൻ എക്കോ ഫസ്റ്റ് ഫീൽഡ് ഇൻ ദ സെക്കൻഡ് റോ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ $, ദാറ്റ് മീൻസ് ഇതിൻ്റെ അർത്ഥം എന്താ, ഫസ്റ്റ് എന്താണ് ഫീൽഡ് ഇൻ 0 റോ എന്താണ് ഇൻ ദ സെക്കൻഡ് റോ അല്ല, ദ ഫസ്റ്റ് ഫീൽഡ് ഇൻ ദ സെക്കൻഡ് റോ എന്നുള്ളതാണ് കേട്ടോ. സോ അത് ഇവിടെ ഉണ്ടാവും, $വാല്യൂ ഉണ്ടാവും. സോ അത് എടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ 2 ആണ് ആൻസർ കിട്ടുക നമുക്ക്, കാരണം 1 യൂണിയൻ ഓൾ സെലക്ട് 2 എന്നല്ലേ കൊടുത്തിട്ടുള്ളത്. സോ ദെൻ pg നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ ചെയ്യും. നമുക്ക് ഈ ഒരു കേസിൽ മാത്രമല്ല, നമുക്ക് റിസൾട്ട് സെറ്റിൽ റോസ് എഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോളംസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഏത് ക്വറിയുടെ കേസിലും നമ്മൾ ഫൈനലി നമുക്ക് pg_free_result കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, മെമ്മറി കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ. സോ നമുക്ക് pg_free_result RES കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ക്വറിയാണ് നമുക്കറിയാം അവിടെ എഫക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ RES കൊടുക്കുന്നു. സോ ഈ ഒരു ക്വറി എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ആ മെമ്മറിയെ ഫ്രീ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് റിട്രീവിങ് ഡാറ്റ എന്നുള്ള കേസിൽ, PostgreSQLൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.